ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം കുഞ്ഞുമോഹൻ സാന്നിധ്യം. ഇത് ഷെയർ മാർക്കറ്റ് റിവ്യൂ പരിപാടി വേണ്ടി നമ്മൾ ഒരു പുതിയ എപ്പിസോഡുമായിട്ടാണ് ഇപ്രാവശ്യം വരുന്നത്. പുതിയ എപ്പിസോഡെന്ന് പറയുമ്പോൾ ഇത് ഒരു പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജിയാണ്. ഈ പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി ആണ് കിങ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ നേരത്തെ ഇതുപോലെ 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ആക്ഷൻ, അതായത് ഈ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്, അതിൻ്റെ ട്രെൻഡ് നമുക്ക് നേരത്തെ കണ്ടെത്താൻ പറ്റും. അങ്ങനെ നേരത്തെ കണ്ടെത്തി ഒരു ബ്രേക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇത് ട്രേഡിങ്ങിൽ നല്ല ഒരു സക്സസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് കുറേ പാറ്റേണുകളുണ്ട്. നേരത്തെ നമ്മൾ പഠിച്ചു, അതായത് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ, പിന്നെ വെഡ്ജസ്, ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു. അത് നമുക്ക് ഇതിൽ പോയി കഴിഞ്ഞാൽ, വീഡിയോയിൽ പോയി ലൈബ്രറി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, കണ്ടിട്ടില്ലാത്തവർക്ക്. ഇനി പുതിയത്, ഇപ്പോൾ നമ്മൾ പുതിയതെന്ന് പറയാൻ പറ്റില്ല, ഇത് നേരത്തെ ഉള്ള ഒരു സ്ട്രാറ്റജിയാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ അറിയാത്തവരും കുറേ പേര് കാണും, അവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അല്ലാത്തവർക്കും അറിയണവർക്കും റെഫർ ചെയ്യാം. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ടോപ്പ് പാറ്റേൺ. ഡബിൾ ടോപ്പ് പാറ്റേൺ എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഡബിൾ ടോപ്പ് പാറ്റേണിൽ മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ, അതായത് മൂവ്മെൻറ്റ്. അതായത് ഒരു അപ് ട്രെൻഡിന് ശേഷം ഒരു കുറേ സമയത്തേക്കുള്ള ഒരു അപ് ട്രെൻഡ് ഇങ്ങനെ സ്വിങ് ഉണ്ടാക്കി അത് ഹയർ ലോ അങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകും. അതല്ലെങ്കിൽ ഒരു ചാനൽ സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെ കയറി പോകും. ഇങ്ങനെ ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക്, അതല്ലെങ്കിൽ നിഫ്റ്റിയുടെ ഏതെങ്കിലും ഓപ്ഷൻ, ഇത് ഏതെങ്കിലും നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാം. അങ്ങനെ ഇത് കയറി പോകുമ്പോൾ ഒരു നിശ്ചിത ലെവലിൽ എത്തുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും അത് നിൽക്കും, അതിൻ്റെ ആ ഒരു ലെവലിലെത്തും. അപ്പോൾ ഈ ലെവൽ കണ്ടെത്തുക എന്നുള്ളതാണ് വിഷയം. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ ചിലപ്പോൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും കയറി പോകും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് നഷ്ടം വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ കുറേ മെത്തേഡുകളാണ് ഇപ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ അപ് ട്രെൻഡിന് ശേഷം ഇതിന് മാറ്റത്തെ തിരിച്ചറിയാനുള്ള ഒരു അഡ്വാൻസ്ഡ് പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജിയാണ് ഡബിൾ ടോപ്പ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ. അതിനെപ്പറ്റി വലിയ ടെക്നിക്കലി ഇതാകേണ്ട കാര്യം സിമ്പിളായിട്ട് നമുക്ക് പറയാം. ഈ ഉയർന്ന പോയിന്റ്, അതായത് ഈ ഡബിൾ ടോപ്പിൻ്റെ ആദ്യത്തെ ഉയർന്ന പോയിന്റ്, ഈ ഉയർന്ന പോയിന്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ടോപ്പും കൂടി സൃഷ്ടിക്കും. ഇങ്ങനെ ഈ ടോപ്പ് സൃഷ്ടിച്ച് വന്നിട്ട് അതിൻ്റെ നെക്ക് പാറ്റേണിൽ തിരിച്ചു വന്നതിന് ശേഷമാണ് ഇതിൻ്റെ ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാകുന്നത്. ട്രെൻഡ് റിവേഴ്സൽ നേരത്തെ തുടങ്ങും, ഡബിൾ ടോപ്പിൻ്റെ അവിടെ നിന്ന് തുടങ്ങും. പക്ഷേ നമുക്കൊരു കൺഫർമേഷൻ ഉണ്ടാവില്ല. കൺഫർമേഷൻ വരണമെങ്കിൽ ഈ ഇതിലേക്ക് വരണം, ഈ നെക്ക് ലൈനിലേക്ക് വരണം. ഒരു ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേൺ താരതമ്യേന അക്യുറേറ്റും ട്രേഡ് ചെയ്യാൻ എളുപ്പവുമാണ്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും സംശയമുള്ളവർക്ക് ഇത് നിർത്തിയിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം. അതല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഇൻബോക്സിൽ ഇട്ടാൽ മതി, കമൻറ്റ് ബോക്സിൽ ഇട്ടാലും നമുക്ക് അതിനുള്ള മറുപടി കിട്ടാൻ പറ്റും. കാരണം ചില സുഹൃത്തുക്കളൊക്കെ സംശയമുണ്ട്, ചിലത് വ്യക്തമല്ല എന്നുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പരമാവധി എളുപ്പമായിട്ട് പറയാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുണ്ട്. അപ്പോൾ ഈ ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേൺ എന്ന് പറയുമ്പോൾ താരതമ്യേന അക്യുറേറ്റും ട്രേഡ് ചെയ്യാൻ എളുപ്പമാണെന്ന് പറഞ്ഞല്ലോ. കൂടാതെ സ്റ്റോക്കിൻ്റെ മുമ്പുണ്ടായിരുന്ന ഉയർന്ന വില നിലവാരത്തിൽ നിന്ന് അതിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരികയും ഈ പാറ്റേൺ രൂപം കൊള്ളുകയും ചെയ്യുന്നു. ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ ഇംഗ്ലീഷ് അക്ഷരമാലയായ എം പോലെ കാണപ്പെടുന്നു. ഇത് ഒരു എമ്മിൻ്റെ ആകൃതിയിലാണ് ഇത് രൂപപ്പെട്ട് വരിക. അതായത് ആദ്യത്തെ ടോപ്പ്, രണ്ടാമത്തത് ഇറങ്ങി വന്ന് നെക്ക് ലൈനിൻ്റെ അവിടേക്ക് എത്തി, പിന്നെ വീണ്ടും ഉയർന്നു പോയി, ആദ്യത്തെ ടോപ്പിൻ്റെ അതേ ലെവലിൽ വീണ്ടും കയറി, ഒരല്പം അങ്ങോട്ടും കൂടെ ഒക്കെ വ്യത്യാസങ്ങളുണ്ടാവും, എക്സാക്റ്റ് ആയിരിക്കില്ല, ചാർട്ട് പാറ്റേൺ അങ്ങനെയാണല്ലോ, വന്ന് പിന്നെ വീണ്ടും തിരിച്ചു വന്നിട്ട് ആ നെക്ക് ലൈന് താഴോട്ട് വരുമ്പോഴാണ്. അപ്പോൾ അതാണ് എം ആകൃതിയിൽ എന്ന് പറയുന്നത്, എം പാറ്റേണിലാണ്. ഇത് പാറ്റേൺ എളുപ്പത്തിൽ തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഈ പാറ്റേൺ രൂപപ്പെട്ട് കഴിയുമ്പോൾ അസറ്റ് അഥവാ സ്റ്റോക്ക്, ഇനി അഥവല്ല സ്റ്റോക്ക് അല്ലെങ്കിൽ ഡെറിവേറ്ററി ആയിക്കോട്ടെ, ഈ ഓപ്ഷൻ പോലുള്ള സാധാരണ നിലയിൽ നിന്ന് താഴേക്ക് പതിക്കാൻ ആരംഭിക്കും. ഇത് ഒരു ബെയർ മാർക്കറ്റിൻ്റെ തുടക്കമാകാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇത് കൺഫേം ചെയ്യുന്നതിനായി മറ്റു ചില ഘടകങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഡബിൾ ടോപ്പ് പാറ്റേണിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം. അതിനു മുമ്പ് ആദ്യമേ പറയട്ടെ, ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ സജഷനോ ഒന്നുമല്ല. നമ്മളുടെ കുറേ കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് 10-20 വർഷത്തെ ഈ റിസർച്ചും സ്റ്റഡിയും, മറ്റേ CICI ഡയറക്റ്റ്, അതുപോലെ തന്നെ ജിറോദ, ഇങ്ങനെയുള്ളതിലെ സ്റ്റഡിയും, പിന്നെ നമുക്ക് കുറേ സർട്ടിഫിക്കറ്റ്സ് NSE അക്കാഡമിയിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ്, ചാർട്ട് പാറ്റേൺ, അതുപോലെ ടെക്നിക്കൽ അനാലിസിസ്, ഇതിൻ്റെ ബേസിൽ നമ്മുടെ റിസർച്ച് വെച്ച് മറ്റു വിദഗ്ധന്മാരുടെ റിസർച്ചൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ വാങ്ങുന്നത് സ്വന്തം
സ്റ്റഡിയിലൂടെ അതല്ലെങ്കിൽ നിങ്ങളുടെ ബ്രോക്കേഴ്സായിട്ട് ബന്ധപ്പെട്ട് വാങ്ങിക്കാം. അതാണ് സെബിയുടെ പ്രത്യേക നിർദ്ദേശമുണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്ക് ഉപകരിക്കും. ഇത്തരം വീഡിയോസ് സ്വാഭാവികമായിട്ടും ഇത് മനസ്സിലാക്കാനും സ്റ്റഡി ചെയ്യാനും ഉപകരിക്കും എന്നാണ് നമ്മുടെ ആളുകളുടെ റെസ്പോൺസിൽ നിന്നും കൂടി മനസ്സിലാക്കുന്നത്. മറ്റ് വിദഗ്ധരുടെ വീഡിയോകൾ നിങ്ങൾ കാണാറുണ്ടാവുമല്ലോ. ശക്തമായ ഒരു ബുൾ മാർക്കറ്റിൻ്റെ അവസാനത്തിൽ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ അപ് ട്രെൻഡ്. ബുൾ മാർക്കറ്റിൻ്റെ അവസാനത്തിൽ ഡബിൾ ടോപ്പ് പാറ്റേൺ ഇടയ്ക്കിടെ രൂപം കൊള്ളാറുണ്ട്. എന്നാൽ പലപ്പോഴും ഇത് ഫാൾസ് സിഗ്നൽസും നൽകാറുണ്ട്. പ്രൈസ് ആക്ഷൻസ് ട്രേഡിങ്ങിൽ ഓരോ ചാർട്ട് പാറ്റേണിനും ചില നിയമങ്ങളുണ്ട്. പ്രൈസ് ആക്ഷനിൽ ഇതിൻ്റെ ചാർട്ട് പാറ്റേണുകൾക്ക് ഓരോ നിയമങ്ങളുണ്ട്. ആ ലെവലിൽ മാത്രമേ അത് പോകുള്ളൂ. അതിലൂടെ നിങ്ങൾക്ക് ഒരു വാലിഡ് ആ ചാർട്ട് പാറ്റേൺ തിരിച്ചറിയാൻ കഴിയും. അതുപോലെ തന്നെ ഡബിൾ ടോപ്പ് പാറ്റേണിനും അവയുടേതായ വാലിഡേഷന് അതിൻ്റേതായ നിയമങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഡബിൾ ടോപ്പിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ഒന്ന്, പ്രൈസ് ആക്ഷനിൽ നിങ്ങൾക്ക് വോളിയത്തിൻ്റെ പ്രാധാന്യം അവഗണിക്കാൻ കഴിയില്ല. ഡബിൾ ടോപ്പ് പാറ്റേൺ രൂപപ്പെടുമ്പോൾ ആദ്യത്തെ ടോപ്പിൽ എത്തുമ്പോൾ വോളിയം വളരെ കൂടിയ തോതിലായിരിക്കും. വളരെ ഉയർന്ന തോതിലേക്ക് വോളിയം പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേ അവസ്ഥയിൽ അത് പിന്നീട് സാവകാശം കുറഞ്ഞ് വരുന്നതായി കാണാൻ പറ്റും. അവിടെ നമുക്ക് വോളിയം ചെക്ക് ചെയ്യാവുന്നതാണ്. ഒരു വോളിയം ക്ലബ് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വോളിയം താഴോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം. രണ്ടാമത്തെ ടോപ്പിലെത്തിയാൽ വീണ്ടും കുറഞ്ഞു വരികയും ചെയ്യുന്നു. അത് പിന്നീട് നെക്ക് ലൈനിൽ എത്തുമ്പോൾ ഈ നെക്ക് ലൈനിൽ എങ്ങനെയാണ് മറ്റു ലൈനുകൾ എങ്ങനെയാണ് നമുക്ക് ഇതിലൂടെ കാണിക്കാം. നമുക്ക് അത് ചാർട്ടിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ നെക്ക് ലൈനിൽ എത്തുമ്പോൾ വോളിയം വർദ്ധിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ എന്താണ് വോളിയം വർദ്ധിക്കുന്നത്? അത് മുകളിലേക്ക് കയറാനുള്ള വോളിയം താഴോട്ട് വരാണ്, സെല്ലിംഗ് ആണ്. അപ്പോൾ വോളിയം ഈ മുകളിലേക്ക് പോവുകയാണെങ്കിലും താഴോട്ട് വരികയാണെങ്കിലും വോളിയം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. വാങ്ങുന്നവരുടെ ക്വാണ്ടിറ്റി കൂടുമ്പോഴാണ് വോളിയം മുകളിലേക്ക് പോകുന്നത്. വിൽക്കുന്നവരുടെ വോളിയം കൂടുമ്പോഴാണ് താഴോട്ട് പോകുന്നത്. അപ്പോൾ വിൽക്കുന്നത് സ്വാഭാവികമായിട്ടും റെഡ് ഇതിലാണ് വോളിയം ലൈനാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതൊക്കെ കുറച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പൊതുവെ ആളുകൾക്കൊക്കെ ആണെങ്കിലും കുറച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഇത് പഠിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം ചെയ്യാം നല്ല കമ്പനികൾ തിരഞ്ഞെടുത്തിട്ട്. ഇതിന് നല്ല സമയം, ചെയ്യാൻ താല്പര്യം, പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രമാണ് ഇതിലേക്ക് മുന്നോട്ട് വരേണ്ടതെന്നാണ് പറയാനുള്ളത്. സ്ഥിരീകരണത്തിനായി കൂടുതൽ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗപ്പെടുത്താം. അതായത് മറ്റ് ഇൻഡിക്കേറ്റേഴ്സും കൂടി നമുക്കിതിൽ ക്ലബ് ചെയ്യാം. ഇപ്പം നമ്മൾ വോളിയം ചെയ്ത പോലെ തന്നെ ഈ 20 SMA അല്ലെങ്കിൽ 50 SMA അല്ലെങ്കിൽ SMA പോലെ EMA അത് കുറച്ചുകൂടി എക്സ്പോണൻഷ്യലാണ്, കുറച്ച് ഫാസ്റ്റാണ് മുതലായവ ഇൻഡിക്കേറ്ററുകൾ ഫലപ്രദമായി ഇതിൽ കണ്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ EMA ഓർ SMA ക്രോസ് ഓവറും സ്ട്രാറ്റജിയും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു 50 EMA ഒരു 20 EMA എന്ന് പറയുമ്പോൾ ഈ രണ്ട് EMA തമ്മിൽ ഇങ്ങനെ വിഘടിച്ചാന്ന് നിൽക്കുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് വരുന്നത്. പിന്നെ അത് ക്രോസ് ചെയ്തിട്ട് മറ്റൊന്നിനെ ക്രോസ് ചെയ്ത് പോകും. നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 50 EMA ക്രോസ് ചെയ്ത് 20 EMA കയറി പോവുകയാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം അതൊരു ബുൾ മാർക്കറ്റ് ബയേഴ്സ് കൂടി വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അതും ഇതിൻ്റെ കൺഫർമേഷൻ മെത്തേഡിൻ്റെ ഭാഗമാണ്. 2, 3 ഒരു അക്യുറേറ്റ് ഡബിൾ ടോപ്പ് പാറ്റേൺ രൂപപ്പെടുന്നതിനായി കൂടുതൽ സമയം ആവശ്യമുണ്ട്. അത് വളരെ പ്രധാന പോയിൻ്റാണ്. ആദ്യത്തെ ടോപ്പും രണ്ടാമത്തെ ടോപ്പും തമ്മിലുള്ള അകലം കൂടുന്തോറും അക്യുറേറ്റ് ഡബിൾ ടോപ്പ് പാറ്റേൺ ആകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ടോപ്പുകൾ തമ്മിലുള്ള ഈ ആകൃതിയിലുള്ള അതായത് ഡബിൾ ടോപ്പ് ഈ ടോപ്പുകൾ തമ്മിലുള്ള അകലം കൂടുമ്പോഴാണ് അതിൻ്റെ സാധ്യത അത് റിയൽ ഒരു ബ്രേക്ക് ഔട്ടിനാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള സാധ്യത. പക്ഷെ അത് അടുത്തടുത്ത് വരുമ്പോൾ ഫാൾസ് സിഗ്നലാവും, ചിലപ്പോൾ ഫാൾസ് ബ്രേക്ക് ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. പറയാറുണ്ടല്ലോ, ഈ ചെറിയ കമ്പനികളൊക്കെ സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്റ്റോക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ഫാൾസ് സിഗ്നൽ ഉണ്ടാക്കും. അത് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതേസമയത്ത് നമ്മൾ നേരത്തെ ഉള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഇപ്പോൾ HDFC അതല്ലെങ്കിൽ റിലയൻസ് ഇങ്ങനെയുള്ള വലിയ സ്ഥാപനങ്ങളുടെ ഒന്നും അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ നിഫ്റ്റിയും മാനിപ്പുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്രമാത്രം അതിൻ്റെ സ്ട്രെങ്ത് ഉണ്ട്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ വിചാരിച്ചാൽ അത്ര എളുപ്പമല്ല. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ച് നമുക്ക് കൂടുതൽ പിന്നീട് ഡിസ്കസ് ചെയ്യാം. അതേസമയം ടോപ്പുകളെ കുറിച്ച് പറഞ്ഞു. അതേസമയം ടോപ്പുകൾ തമ്മിലുള്ള അകലം വളരെ കുറവാണെങ്കിൽ ഫാൾസ് സിഗ്നലാണ് സാധ്യതയുണ്ടെന്ന് പറഞ്ഞല്ലോ. അതായത് ട്രെൻഡ് റിവേഴ്സൽ രൂപപ്പെടുകയും ബ്രേക്ക് ഔട്ട് നൽകുകയും ചെയ്യുന്നതിന് പകരം ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ആണ്. ഒരു ലെവലിലേക്ക് അങ്ങോട്ട് പോയി ആ ലെവലിൽ നിന്ന് പിന്നെ ഒരു M സൃഷ്ടിച്ചു വീണ്ടും തിരിച്ചു വരുന്നൊരു പാറ്റേൺ. അതായത് ഇതിൽ നമുക്ക് ഷോർട്ട് സെല്ലാണ് ചെയ്യാൻ പറ്റുക. നിഫ്റ്റി ആണെങ്കിലും മറ്റെന്തെങ്കിലും സ്റ്റോക്കുകളാണെങ്കിലും അത് നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ്സ് ഷോർട്ട് സെല്ല് ചെയ്തിട്ടാണ് ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നത്. അതേ സമയത്ത് മറിച്ച് ഈ എമ്മിന് പകരം W വരാറുണ്ട്. അത് ഇതിൻ്റെ ലാസ്റ്റിൽ നമുക്ക് പറയാം W, അതായത് ഡബിൾ ബോട്ടം
പാറ്റേൺ. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മുകളിൽ നിന്ന് താഴോട്ട് വന്നിട്ട് പിന്നെ മുകളിലേക്കാണ് പോവുക. അതും ട്രെൻഡ് റിവേഴ്സലാണ്, പക്ഷേ അത് ബുള്ളിഷാണ്. അത് കൂടുതൽ ഇതിൻ്റെ ലാസ്റ്റിൽ പറയാം നമുക്ക് പറ്റും. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം. അതായത് ട്രെൻഡ് റിവേഴ്സ് രൂപപ്പെടുകയും ബ്രേക്ക് ഔട്ട് നൽകുകയും ചെയ്യുന്നതിന് പകരം സ്റ്റോക്കിൻ്റെ വില കൂടുതൽ കയറിക്കൊണ്ട് ട്രെൻഡ് കണ്ടിന്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഫാൾസ് ബ്രേക്ക് ഔട്ടാണ്, അതായത് ബുൾ ട്രാപ്പ് എന്ന് അതിനെ വിളിക്കും. ശരിയായ ബ്രേക്ക് ഔട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ കൂടുതൽ വോളിയം ഉണ്ടാകും. വോളിയം കുറവാണെങ്കിൽ ഫാൾസ് ബ്രേക്ക് ഔട്ട് ആകാനുള്ള സാധ്യത ഉണ്ട്. ഇത്രയൊക്കെയാണ് ഡബിൾ ടോപ്പിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ നേരെ ഉപരിതമാണ് ഡബിൾ ബോട്ടം. ഇതിനോടൊപ്പം തന്നെ ഡബിൾ ബോട്ടം നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഈ W ആകൃതിയിലാണ് ഇത് വരിക. ഒരു മുകളിൽ നിന്ന് ഒരു ഡൗൺ ട്രെൻഡ് കുറേ സമയത്തേക്ക് വന്നതിന് ശേഷം അത് ഇപ്പോൾ ഈ പോലെ തന്നെ സ്വിംഗ് ലെവലിലാവാം. ഒരു ലോവർ ലോ, ഒരു ഹയർ ലോ, അതുപോലെ തന്നെ ലോവർ ലോ. ഇതിങ്ങനെ സൃഷ്ടിച്ച് ഒരു സ്വിംഗ് രീതിയിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ചാനൽ രൂപത്തിൽ കുറേ താഴോട്ട് വരുമ്പോൾ പിന്നെ അവിടെ ഡോജി സൃഷ്ടിക്കും. അല്ലെങ്കിൽ ഈ ഡോജി പോലുള്ള മറ്റ് അംബ്രല പാറ്റേൺ ഇങ്ങനെയുള്ളതൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് അത് മുകളിലേക്ക് വരാൻ തുടങ്ങും. അങ്ങനെ മുകളിലേക്ക് വരുമ്പോഴാണ് നമ്മളിത് ചെയ്യേണ്ടത്. അതിന് പകരം ഈ ഇങ്ങനെയുള്ളത് സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ ബോറിംഗ് ക്യാൻഡിൽസ്, അതല്ലെങ്കിൽ ഈ വളരെ കുറഞ്ഞ ഹൈറ്റ് മാത്രമുള്ള ക്യാൻഡിൽസ് ഇതൊക്കെ വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഈ പാറ്റേൺ അതിനോടൊപ്പം തന്നെ വരും. ഇങ്ങനെ പാറ്റേൺ വന്നു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും പാറ്റേണുകൾ വന്നോളന്നില്ല, പക്ഷേ ഈ പാറ്റേണുകൾ നമ്മൾ കണ്ടെത്തുക. ഇതുപോലെ കുറേ പാറ്റേൺസ് ഉണ്ട്. നമ്മൾ കണ്ടെത്തിയിട്ട് ട്രേഡ് ചെയ്യുമ്പോഴാണ് നമുക്കതിൽ ഈ കൂടുതൽ നേട്ടങ്ങളുണ്ടാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരെ വിപരീതമാണ് ഡബിൾ ബോട്ടം എന്ന് പറഞ്ഞല്ലോ. അവിടെയും ട്രെൻഡ് റിവേഴ്സലാണ് ഉണ്ടാവുക. ബെയറിഷിന് പകരം ബുള്ളിഷ് റിവേഴ്സലാണ് അവിടെ ഉണ്ടാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഡബിൾ ടോപ്പ് ബെയറിഷും ഡബിൾ ബോട്ടം ബുള്ളിഷ് പാറ്റേണുമാണ്. ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഞാൻ നിങ്ങളോടൊപ്പം പൊന്നിയൂർളം സൈനുദ്ദീൻ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. അപ്പോൾ അതുവരെ എല്ലാവരും ഇത് ഫുള്ളായിട്ട് കാണുക, ഇത് പിന്നെ ഷെയർ ചെയ്യുക, കൂടുതൽ ലൈബ്രറിയിൽ മറ്റു വീഡിയോകൾ കാണുക. ഇത് നമുക്ക് നേരത്തെ പറയാറുള്ള പോലെ തന്നെ ഒരു സാമ്പത്തിക സാക്ഷരത യജ്ഞത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മറ്റുള്ളവരിൽ എത്തിക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ ചോദിക്കുക. ഇത്രയൊക്കെ ഇതിൽ പറയാനുള്ളത്. വീണ്ടും മറ്റൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.